ഷിരൂയ് മലനിരകളിൽ വിരിഞ്ഞ ഒരു പൂവ് മണിപ്പൂരിലെ കലാപത്തിന്റെ മുറിവുകൾ ഉണക്കി തുടങ്ങുകയാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പൂവായ ഷിരൂയ് ലില്ലി ഉക്രൂലിലെ മലകളിൽ പൂത്തു. 2 വർഷത്തിന് ശേഷം ഇതാദ്യമായി കുക്കികളും മെയ്തികളും ഒരുമിച്ചൊരു പൊതുവേദിയിലെ ലില്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുകയാണ്. ഈ പരിപാടികൾക്കാകെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മലയാളിയായ ഒരു ജില്ലാ കളക്ടറും. ഷിരൂയിലെ മലനിരകളിലെ പുൽമേടിൽ ലില്ലി പൂത്തു നിൽക്കുന്നു. ഇത്തവണ ലില്ലി പൂത്തപ്പോൾ മണിപ്പൂരിൽ തളിരിട്ടത് സമാധാനത്തിന്റെ വഴിയാണ്. ലില്ലി പൂത്തത് കാണാൻ ഗവർണർ അജയ് കുമാർ ഭല്ല മല കയറി. ഒപ്പം ഉക്രു ജില്ലാ കലക്ടർ കൊല്ലം മുഖത്തല സ്വദേശി ആശിഷ് ദാസും. കലാപം കാരണം കഴിഞ്ഞ 2 വർഷമായി മുടങ്ങിയ ഷിരൂയ് ലില്ലി ഫെസ്റ്റിവൽ ഇത്തവണ നടത്താൻ ഗവർണറും ജില്ലാ ഭരണകൂടവും ചേർന്ന് തീരുമാനിച്ചു. ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയായി. കുക്കി, മെയ്തേയ് വിഭാഗങ്ങളിലെ 300ഓളം പേർ കൊല്ലപ്പെട്ട നാട്ടിൽ 2 വർഷത്തിനിടെ ഇതാദ്യമായി ഇരു വിഭാഗങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത് ഒരു പൊതുപരിപാടി നടന്നു. A magnificent thankful show being presented to the Honorable Governor and a memento marking the 5th state level ഷിരൂയ് ലില്ലി festival. എല്ലാ ഒരുക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ജില്ലാ കളക്ടർ ആശിഷ് ദാസ്. Usually it used to get the preparation time for 5-6 months and everyone know it was coming. So this time we didn't get that luxury. Just we got around 30 odd days. Then we had to arrange, we had to manage everything within this short span, including the development works, including the construction of the road, repairs, and the arrangement of the cultural program and managing all the stakeholders. That was the biggest challenge. കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ പ്രതീക്ഷ തളിരിടുന്നു. ലില്ലിപ്പൂക്കളുടെ ഉത്സവം തുടക്കം മാത്രം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്. അനൂപ് ദാസ് ചേരുന്നുണ്ട് തത്സമയം. അനൂപ്, കുക്കി മെയ്തി സംഘർഷം, ഒരുപാട് മനുഷ്യർ മണിപ്പൂരിൽ കൊല്ലപ്പെടുന്നു, വലിയൊരു കലാപഭൂമിയായി മണിപ്പൂർ മാറുന്നു. അതിനൊക്കെ ഇപ്പോൾ ഈ മെയ് മാസത്തിൽ 2 ആണ്ടാവുകയാണ്. ഈ ഒരു 2 ആണ്ടിന് ശേഷം, ഈ 2 വർഷത്തിന് ശേഷം നമ്മളവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും ആശ്വാസം നൽകുന്നതൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ വേദിയാകുമ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് മലയാളി ആയിട്ടുള്ള ഒരാളാണ് എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷവും വലിയ അഭിമാനവും ഒക്കെ ഒരേ സമയം തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലവും മണിപ്പൂരിലെ ഒരു അന്തരീക്ഷം ഇത് തന്നെ ആകട്ടെ എന്നീ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആഗ്രഹിച്ചു പോവാണ്. ശരിയാണ്, സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒക്കെ പുതിയ പൂക്കൾ അവിടെ വിരിയട്ടെ, വിടരട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കുക്കി മെയ്തേയ് സംഘർഷവും ഹർത്താലും കുഴപ്പങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, മണിപ്പൂരിലുണ്ടായിരുന്നു. അതിനിടയിലും പ്രതീക്ഷയുടെ ഒരു ചെറിയ പൂത്തിരി നമ്മൾ കാണുകയാണ്. കുക്കികളും മെയ്ത്തുകളും ഈ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതു സമ്മേളനത്തിൽ വന്നിരിക്കുന്നത് ഈ പരിപാടിയിലാണ്. ആ പരിപാടിയുടെ മുഴുവൻ സംഘാടകൻ മലയാളിയായിട്ടുള്ള ആശിഷ് ദാസ് IAS ആണ്. ഇങ്ങനെ പറയുമ്പോഴും 1.5 വർഷങ്ങൾക്ക് മുൻപ് ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം മണിപ്പൂരിൽ നമ്മളൊക്കെ പോയപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ എത്ര പ്രയാസമായിരുന്നു എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഓരോ 1 കിലോമീറ്റർ കഴിയുമ്പോഴും മെയ്തേയ്കളോ അല്ലെങ്കിൽ കുക്കികളോ ഒക്കെ റോഡിൽ തടഞ്ഞ് എങ്ങോട്ടാണ്, എന്തിനാണ്, എവിടെയാണ്, ആരെ കാണാനാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ട്. പതിയെ സാധാരണ നിലയിലേക്ക് മനുഷ്യർക്ക് സാധാരണ ജീവിതം ജീവിക്കാൻ കഴിയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവിടെ ഇപ്പോഴും 100കണക്കിന് 1000കണക്കിന് കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പലർക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. മെയ്തേയ് ഭൂരിപക്ഷ മേഖലകളിലേക്ക് കുക്കികൾക്കും, കുക്കി ഭൂരിപക്ഷ മേഖലകളിലേക്ക് മെയ്തേയ്കൾക്കും പോകാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഈ പരിപാടി നടന്നിരിക്കുന്നത് ഉക്രു ജില്ല, അവിടെ നാഗാ വിഭാഗത്തിൻ്റെ ഒരു സ്വാധീന മേഖലയാണ്. അവിടെയാണ് മറ്റു 2 വിഭാഗത്തു നിന്നും ആളുകൾ വന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. എന്തായാലും ഇനിയും സന്തോഷമുണ്ടാവട്ടെ, ഇനിയും നന്മയുടെ പൂക്കൾ അവിടെ വിടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.